ആദ്യം തന്നെ എല്ലാവർക്കും സമത്വവും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഓണാഘോഷം. കേരളം സന്ദർശിക്കുന്ന മഹാബലി തമ്പുരാന്റെ ഓർമ്മയ്ക്കായാണ് ഓണം ആഘോഷിക്കുന്നത്. മഹാബലി എന്ന വാക്കിനർത്ഥം മഹാത്യാഗം ചെയ്തവൻ എന്നാണ്. മഹാബലിയെ മാവേലി എന്നും വിളിക്കാറുണ്ട്. പൊന്നിൻ ചിങ്ങമാസത്തിന്റെ പുലരിയിൽ നമ്മുടെ മനസ്സുകളിൽ പൂവിടുന്ന സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം. ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പങ്കുവെക്കലിന്റെയും കരുതലിന്റെയും പ്രാധാന്യമാണ്. ഓണസദ്യയിൽ നാം എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് ഈ സന്ദേശത്തിന്റെ പ്രതീകമാണ്. പൂക്കളം, ഓണസദ്യ, വള്ളംകളി, കൈകൊട്ടിക്കളി തുടങ്ങി ഓണത്തെ വർണ്ണാഭമാക്കുന്ന നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഈ ആഘോഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഒന്നിപ്പിക്കുകയും പരസ്പര സ്നേഹവും ബഹുമാനം വളർത്തുകയും ചെയ്യുന്നു. ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ്. എല്ലാ മലയാളികളും ഒന്നുചേർന്ന് ആഘോഷിക്കുന്ന ഈ ഉത്സവം നമ്മുടെ സമൂഹത്തിൻ്റെ മതേതര സ്വഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന ഒരു കഥയ്ക്ക് പ്രചാരമുണ്ട്. പക്ഷേ ചവിട്ടിത്താഴ്ത്തിയ ഒരു കഥ എവിടെയും പറയുന്നില്ല. കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ വളരെ മുമ്പ് തന്നെ കേരളത്തിലും മധുര ഉൾപ്പെടെ തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടത്തിയിട്ടുള്ളതായി സംഘകൃതികൾ വെളിപ്പെടുത്തുന്നു. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത്. ഓണം കേരളത്തിൻ്റെ വിളവെടുപ്പ് ഉത്സവമാണ്. മലയാള മാസമായ ചിങ്ങത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഓണത്തിൻ്റെ 10 ദിവസങ്ങൾ അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കരയിലാണ് ഓണത്തപ്പൻ്റെ ആസ്ഥാനം. എന്നാൽ അവിടെ മഹാബലിക്ക് പകരം വാമനനെയാണ് ആരാധിക്കുന്നത്. ഒരു പക്ഷേ വാമനൻ മഹാബലിക്കുമേൽ വിജയം നേടിയത് തൃക്കാക്കരയിൽ വെച്ചാവാം. ഏവർക്കും ഒരിക്കൽ കൂടി സമ്പൽ സമൃദ്ധമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.